നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വാങ്ങാനിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണത്തിനായി ഇപ്പോൾ 3000 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നതെന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളീയരായ എല്ലാ ആളുകൾക്കും, അതായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ മലയാളികൾക്കും ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുവാൻ വേണ്ടി അവരുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അവരുടെ വീടുകളിലേക്കും ഈ ഒരു തുക 3200 രൂപയായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത്. കുടിശ്ശികയുള്ള ഒരു മാസത്തേതും ഡിസംബർ മാസത്തേതും കൂട്ടിച്ചേർത്ത് 2 ഗഡു പെൻഷനായിരിക്കും ഈ മാസം, അതായത് ക്രിസ്തുമസിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കാൻ പോകുന്നതെന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2024 മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ, അതായത് വിജയകരമായി മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക ലഭിക്കുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ഇനി മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള എല്ലാ ആളുകളും ഈ മാസം 20-ാം തീയതിക്കകത്ത് അവരുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ആളുകളുടെയും പെൻഷൻ തിരിച്ചു പിടിക്കുകയും അവർക്ക് പെൻഷൻ നൽകാതിരിക്കുന്ന നടപടികളിലേക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോകുന്നുണ്ട്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൻഷൻ തുകയും അതിൻ്റെ പലിശയും ചേർത്ത് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 2025 പെൻഷൻ വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ അറിയിപ്പും വന്നിട്ടുണ്ട്. 1600 രൂപയിൽ നിന്നും എത്ര രൂപയായിരിക്കും വർദ്ധിപ്പിക്കാൻ പോകുന്നത് എന്ന സൂചന ലഭിച്ചിട്ടില്ല. ഇത് കൃത്യമായി വരുന്ന ആളുകളിൽ അറിയാൻ കഴിയുന്നതാണ്. കൃത്യമായി എല്ലാ മാസത്തെയും പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്